ഒന്ന് നിങ്ങൾ ആ കർത്താവിൻ്റെ മുൻപിലൊന്ന് മുട്ടുകുത്താൻ തയ്യാറായാൽ ഈ ലോകത്തിൽ വേറൊരാളുടെയും മുൻപിൽ നിങ്ങൾക്ക് മുട്ടുകുത്തേണ്ടി വരില്ല. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് തീർച്ചയായും നിനക്ക് പ്രതിഫലം നൽകും. ആ തമ്പുരാൻ്റെ മുൻപിൽ ആ തിരുനടയിൽ ഒന്ന് മുട്ടിന്മേൽ നിൽക്കാനായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള സ്പേസ്, ഒരു സമയമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടൊന്ന് ശീലിച്ചു തുടങ്ങണം നല്ലത്. ഒപ്പം നിൽക്കുന്നവരുടെ മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണത് നല്ലതാണ്. ആ തിരിച്ചറിവിൽ നിന്ന് നാളെ ഒരു പാതിരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് നല്ലത്. അവരറിയാതെ തന്നെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയിരിക്കും. നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ, പ്രിയപ്പെട്ടവർ പരസ്പരമുള്ള ഈ പ്രാർത്ഥനയുടെ ബലത്തിൽ കരുത്തുള്ളവരായും സന്തോഷമുള്ളവരായും ജീവിതത്തിൽ ഇങ്ങനെ വലിയ സ്നേഹമുള്ളവരായും ഒക്കെ മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ ഉള്ളറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന ആ കർത്താവിൻ്റെ തിരുമുൻപിൽ എൻ്റെ ജീവിതത്തെ, എൻ്റെ പ്രാർത്ഥനകളെ, മറ്റാരും അറിയാത്ത അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രാർത്ഥനകളെ, എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെയൊക്കെ സമർപ്പിച്ച്